ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ഹബ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ മുറ്റത്തൊക്കെ കാണുന്ന മണൽ യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളി ബോട്ടിലായിട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ബോട്ടിലാണ് യൂസ് ചെയ്തത്. അപ്പോൾ ആ ബോട്ടിലിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം അതിൻ്റെ ഒരു ബേസ് കളറായിട്ട് ഞാൻ വൈറ്റ് ആക്രിലിക് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാനിതേ ഒരു ബ്ലൂ ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ എന്നുള്ളൊരു കോമ്പിനേഷനിൽ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലൂ ആക്രിലിക് പെയിൻറ്റും വൈറ്റ് ആക്രിലിക് പെയിൻറ്റും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും യൂസ് ചെയ്തിട്ട് നല്ല ബ്ലെൻഡ് ചെയ്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനി വേണ്ടിയിട്ട് ഇതേപോലത്തെ മണലാണ്, നല്ല തരികളുള്ള മണൽ നോക്കിയെടുക്കുക കേട്ടോ. പക്ഷേ ഞാൻ ഈ ഒരു ബോട്ടിലിൽ ഫെവിക്കോൾ വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു മണലും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതേപോലെ മണ്ണിൽ നന്നായിട്ട് അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒട്ടാത്ത കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഒഴിവാക്കിയെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ മേലെ ഒരു കോട്ട് കൂടെ ഫെവിക്കോൾ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതിൽ കല്ല് ഇതിൽ നിന്ന് ഇളകി പോരാണ്ട് നിന്നോളും. ഇനി അതിൻ്റെ മേലെയായിട്ട് ആക്രിലിക് പെയിൻറ്റ് മെറ്റാലിക് വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. പക്ഷെ ഞാനിവിടെ ഒരു കടലിൻ്റെ തീമാണ് ചെയ്യുന്നത്. അപ്പം ഞാനിതിനൊരു മീനിൻ്റെ വലയൊക്കെ പോലെ ഒരു സംഭവം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന നെറ്റ് ഉണ്ടല്ലോ, ആ ഒരു നെറ്റാണ് യൂസ് ചെയ്തത്. അപ്പോൾ ആ ഒരു നെറ്റ് നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതേപോലെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ബോട്ടിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സീഷെൽസ് ഉണ്ടാക്കണം. അപ്പം സീഷെൽസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ക്ലേ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പെട്ടെന്ന്. ഇനിയിപ്പോൾ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ ആ സീഷെൽസൊക്കെ കുറച്ചൊന്ന് ഡ്രൈ ആവുന്നതിൻ്റെ മുന്നേ തന്നെ ബോട്ടിലിലേക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അതും ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് പേളിൻ്റെ മുത്തൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇനി ഈ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാൻ കോർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനും ഞാൻ ഇതേപോലത്തെ ക്ലേ തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ ഈ ഒരു ചെറിയൊരു മുത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ ഒരു കോർക്കിൻ്റെ മേലെ ആ ഒരു മുത്ത് വരുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അതേപോലെയാണ് ഇതിൻ്റെ മേൽഭാഗം ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു സീഷെൽസിന് നമുക്ക് കുറച്ച് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അതിന് ഞാൻ മെറ്റാലിക് പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ടും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം. അതിൽ ഓളും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിക്കോളും.